ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ മൈ ലൈഫ് എൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ എൻഡ് കാണണം, അതാണ് ഏറ്റവും വലിയ ടിസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബൈക്ക് എടുക്കുന്നില്ല, നമ്മുടെ കാറാണ് എടുക്കുന്നത്. കാറ് നമ്മൾ ഒരു മാസമായിട്ട് എടുത്തിട്ടില്ല, പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു മാസം ഒരു വട്ടം എടുത്തിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇതുമായിട്ടാണ് ഇന്ന് പോകുന്നത്. ഞാനിന്ന് അബുദാബിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഭയങ്കര ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സഫാരി മാളിലെ ഷോറൂമിൽ വന്ന് അപ്പോൾ അവിടെ നിന്ന് അബുദാബിക്കുള്ള സാധനമൊക്കെ ആയിട്ട് ഞാൻ നേരെ പോവുകയാണ്. ഐറ്റംസ് ഉണ്ടായിരുന്നു, അതുമായിട്ട് നേരെ അബുദാബിക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്യണമായിരുന്നു, അത് വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്രോൾ പമ്പിൽ വാഷ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അവിടെ നടന്നിട്ടില്ല. അപ്പോൾ പെട്രോൾ അടിക്കണം, അത് നടന്നു. അപ്പോൾ നേരെ അബുദാബിക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ അബുദാബിക്ക് വെച്ച് പിടിക്കുമ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ മുഷരിഫ് മാളിൽ പോയി നോമ്പ് തുറക്കാമെന്ന് വെച്ചത്. പെട്ടെന്നൊരു തീരുമാനം മാറ്റി. നമ്മൾ ഷെയ്ഖ് സാദ് ഒരു മസ്ജിദ് കണ്ടപ്പോൾ തന്നെ അതിലേക്കൊന്ന് പോകാമെന്ന് വെച്ച്, കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് യൂട്ടേൺ എടുത്ത് നേരെ ഷെയ്ഖ് സാദ് മസ്ജിദിൽ ചെന്ന്. അപ്പോൾ ഷെയ്ഖ് സാദ് മസ്ജിദിലേക്ക് കയറി അവിടെ പോയി നിസ്കരിക്കാനായിട്ട് അവിടെ എന്താ പറയേണ്ടത്, ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു, അവർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ നിസ്കരിക്കാനുള്ള സൗകര്യം തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നോമ്പ് തുറക്കാനുള്ള ഒരു കുഴപ്പമില്ല, ഒരുപാട് പേർക്ക് അവിടെ സൗകര്യമുണ്ട്. ഞാൻ അതിശയപ്പെട്ടു പോയി, ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇത്രയും പേർക്ക് ഇത് എങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഞാൻ ആലോചിച്ചത്. ഒരുപാട് വാളണ്ടിയേഴ്സും ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ടുള്ള പുറകെയുള്ള ഒരുപാട് പരിശ്രമമാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും അവിടെ പോയിട്ട് ഈ സാധാരണക്കാരൊക്കെ ആയിട്ടിരുന്നുള്ള ഒരു നോമ്പുറ, തലഭാത്ത് ടീമൊക്കെ ആയിട്ടുള്ള ഒരു നോമ്പുറ, അത് ഭയങ്കര ഫീലിംഗ് ആണ്. ഈ ഇല്ലാത്തവരായിട്ടുള്ള നോമ്പുറ എന്ന് വെച്ചാൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് മുഷരിഫ് മാളിലേക്കാണ്. മുഷരിഫ് മാൾ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു ഷോറൂമാണ്, പ്രീമിയം ഷോറൂമാണ്. അവിടെ ഒരുപാട് പ്രീമിയം കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. മുഷരിഫ് മാൾ ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ എന്താ പറയുക, തറാവീഹ് നിസ്കാരം ഇവിടുത്തെ താഴെ ഒരു പള്ളിയുണ്ട്, അവിടെ നിന്ന് നിസ്കരിക്കണം. അതിനുശേഷം ഷാബിയക്ക് പോകണം, അതാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വീഡിയോസൊക്കെ എടുത്ത് ലൈവൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കാര്യം എപ്പോഴും എനിക്ക് ഇത് ബിസിനസ് ഇങ്ങനെ ആക്റ്റീവാക്കിക്കൊണ്ടിരിക്കണം, അതാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്, സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം നേരെ ഞാൻ പോകുന്നത് ഷാബിയയിലേക്കാണ്. ഷാബിയയിൽ പോയി ഫുഡ് കഴിച്ച്. അപ്പോൾ ഒരാളോട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ മീറ്റിംഗ് അവിടെ വെച്ച് കണ്ടായിരുന്നു. ആളെ 1 മണിയായി ആളുമായിട്ട് പറഞ്ഞ് പിരിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഫുഡും കഴിച്ചത് ഈ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ ആളുമായിട്ട് പിരിഞ്ഞ് നേരെ നേരെ പോണത് ഷാർജയിലേക്കാണ്. ഷാർജയിൽ എന്തായാലും ഖിയാമുല്ലേ പള്ളിയിലേക്ക് ഒന്ന് പോകണം. കാര്യം ഒരു മനസ്സിനൊരു തക്കുവ കയറിയിട്ടില്ല. എന്തായാലും ഒരു നോമ്പ് ലാസ്റ്റ് 10 ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ കാര്യം ഈ അടുത്താണ് അറിഞ്ഞത്. ഖിയാമുല്ലയിൽ ഇവിടെ ഉണ്ട്, അതായത് എന്താ പറയേണ്ടത്, ഈ യൂണിവേഴ്സിറ്റിയുടെ സൈഡിലുള്ള പള്ളിയാണ്. അപ്പോൾ 2:30ക്കാണ് അവിടെ നിസ്കാരം തുടങ്ങുന്നത്, അതിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നിസ്കാരം തുടങ്ങി, നല്ല കിറാത്തൊക്കെ ആയിരുന്നു. അവിടെ നിസ്കാരം തുടങ്ങി. ഇത് കഴിഞ്ഞ് സുബൈ കഴിഞ്ഞിട്ടുള്ള ഞാൻ തിരിച്ചു പോകുള്ളൂ, അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3:30 ഇവിടെ നിസ്കാരം, ഖിയാമുല്ലയിൽ നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി ഒരു സാൻഡ്വിച്ചും ഒരു ചായയും കൂടി കഴിച്ചത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. 1 ദിറംസേ ഉള്ളൂ ആ ചായക്ക്, 3 ദിറംസാണ് ആ സാൻഡ്വിച്ചിനുള്ളത്, 4 ദിറംസേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം സുബൈയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സുബൈയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട്. 5:30 കഴിഞ്ഞപ്പോഴാണ് സുബൈയൊക്കെ കഴിഞ്ഞേക്കണത്. നേരെ ഞാൻ ഇതേ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു 6 മണിയാവും ഉറങ്ങുമ്പോൾ. എന്തായാലും ഇവിടെ വണ്ടി നല്ല കഴിയപ്പോൾ നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നേരെ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. റൂമിലെത്തി ഒരു 12:30 ആകുമ്പോൾ എണീക്കണം, ആ ഒരു അലാറം വെച്ചിട്ട് എണീറ്റതാണ്. അപ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ടാകണമെന്ന് എന്ത് പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നോക്കിയപ്പോഴാണ് ഫൈൻ കിടക്കണത്. എന്താണ് ഫൈൻ എന്ന് വെച്ചാൽ, ഒരെണ്ണം സ്പീഡ് കുറച്ച് പോയേനെ, ഇനി ഒരെണ്ണം സ്പീഡ് കൂട്ടിപ്പോയേനെ. എന്ത് ചെയ്യും മല്ലയ്യ ഇങ്ങനെ പോയാൽ? 2 ഫൈൻ ഏകദേശം 500 ദിറംസ് അടുപ്പിച്ച് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ 2 ഫൈൻ എന്നാണ് എനിക്ക് മെസ്സേജ് ചെയ്യപ്പോൾ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. ഈ ഒരെണ്ണം സ്പീഡ് കുറച്ചതിനും ഒരെണ്ണം സ്പീഡ് കൂട്ടിയതിനും.